മാർഗരേഖ തയ്യാറാക്കിയായിരിക്കും പ്രവർത്തനമെന്ന് സംസ്ഥാനത്തെ പ്രായം കുറഞ്ഞ ജില്ലാ പഞ്ചായത്ത് അംഗം ആരതി പ്രദീപ്. സംഘടനാ പ്രവർത്തനവും കൂടെ കൊണ്ടുപോകുമെന്ന് KSU മലപ്പുറം ജില്ലാ സെക്രട്ടറി കൂടിയായ ആരതി പ്രദീപ് 24നോട് പറഞ്ഞു. ഗോകുൽ കെ വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജില്ലാ പഞ്ചായത്തിലേക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആരതി അട്ടിമറി വിജയമാണ് മംഗലം ഡിവിഷനിൽ നേടിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ മത്സരബുദ്ധിയുടെയൊക്കെ സമയം കഴിഞ്ഞു. ഇനിയിപ്പോൾ ജനസേവനത്തിൻ്റെ നാളുകളിലേക്കാണ് കടക്കുന്നത്. എന്താണ്, ചെറിയ 22 വയസ്സാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്. എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ തയ്യാറാക്കിയിട്ടാണോ ഇനിയിപ്പോൾ പ്രവർത്തനം? തീർച്ചയായിട്ടും ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. വലിയൊരു ചരിത്ര നിയോഗത്തിൻ്റെ ഭാഗമാവാൻ ഇന്ന് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ആശയങ്ങൾ മനസ്സിലുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ മീറ്റിങ്ങുകളൊക്കെ കൂടി വ്യക്തമായിട്ടുള്ളൊരു രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട് അങ്ങനെ പ്രയോറിറ്റി ചെയ്ത് ആദ്യം കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തിയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഡിവിഷൻ പറ്റിയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ എന്തായാലും കൂടുതലായി പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും. അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഇതിനോടൊക്കെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ ഡിവിഷൻ മംഗലം ഡിവിഷനാണ്. അവിടെ തീരദേശ മേഖല ഉൾപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അവിടുത്തെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളും അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള കുടിവെള്ളമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ, റോഡുകളുമായിട്ട് ബന്ധപ്പെട്ട റോഡ് ഗതാഗതത്തിന് യോഗ്യമായിട്ടുള്ള റോഡുകൾ പല ഭാഗങ്ങളിലും ഇല്ല. അങ്ങനെ നിരവധി പ്രാദേശിക പ്രശ്നങ്ങൾ ഡിവിഷനിലുള്ളതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ഉടനെ ഒരു പരിഹാരം കണ്ടുപിടിക്കണം എന്നുള്ളൊരു ഇതും കൂടി. KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആണല്ലോ നിലവിലെ. സംഘടനാ പ്രവർത്തന രംഗത്ത് സജീവമായി തന്നെ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ സംഘടന, അപ്പോൾ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധി കൂടെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി കൂടെ വിദ്യാർത്ഥികളിൽ ഒരാളായിട്ട് അവർക്ക് വേണ്ട, ഇപ്പോൾ ഇനി നാളുകളിൽ കടന്നു വരേണ്ടത് യുവത്വമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പുതിയ ആശയങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളൊരു സാധ്യത കൂടെ പരിശോധിക്കണം. സംഘടനയ്ക്കൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് ജനങ്ങളുടെ കൂടെയും ഉണ്ടാകും. എന്തായാലും വിദ്യാർത്ഥി സംഘടന എന്നുള്ളതിൽ വിദ്യാർത്ഥികളുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ, യുവജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കൂടുതൽ പരിഗണിക്കാൻ വേണ്ടി വിദ്യാർത്ഥി സംഘടനകളെ ഏകോപിപ്പിക്കുന്നത് കൂടുതൽ നന്നാവുന്നതാണ് തോന്നുന്നത്. അത്തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികളുടെ വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്? കാരണം ഈ യുവാക്കൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വ്യാപകമായിട്ട് മത്സരിക്കും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പരിഗണന ലഭിക്കുന്നുണ്ട്. അവരെ കൂട്ടി കൊണ്ടുപോകേണ്ട ആവശ്യ നിർബന്ധമില്ലേ? തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന മലബാറിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ +1 സീറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് നേരിടുന്നത്. അപ്പോൾ +1 അധിക ബാച്ചുകൾ അനുവദിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ KSUവിലായിരുന്ന സമയത്ത് തന്നെ സമരമുഖങ്ങളിൽ വിദ്യാർത്ഥി പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ +1 സീറ്റ് മുതലായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാം തന്നെ എല്ലാത്തിനും പരിഹാരമായിട്ട് കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രശ്നങ്ങൾക്കും തന്നെ കൂടെ മുന്നിൽ തന്നെ ഉണ്ടാകും. എന്തായാലും ആരതിയുടെ ജോലിഭാരം വർദ്ധിച്ചിരിക്കുകയാണ്. സംഘടനാ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഇനിയൊരു വലിയൊരു ഡിവിഷൻ്റെ ഉത്തരവാദിത്വവും ബാധ്യതകളും ഒക്കെ ഉണ്ട്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയുള്ള ധാരണ ആരതിക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആരതിക്ക് നല്ല രീതിയിൽ തന്നെ ആ ഡിവിഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റട്ടെ. ജില്ലാ പഞ്ചായത്തിൽ അവരുടെ ശബ്ദമായി മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോകുൽ കെ വേണുഗോപാൽ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.